ഇനി അടുത്തത് എന്താ? അപ്പോൾ ഇത്രയാണ് അഡീഷൻ്റെ കാര്യം. ഇനി അടുത്തത് നോക്കിയേ, അടുത്താണ് സബ്ട്രാക്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ അഡീഷനിൽ കണ്ട അതേ സൂത്രപ്പണികളൊക്കെ തന്നെ ഇവിടെ വരും. അപ്പോൾ നമുക്ക് വേഗം പറഞ്ഞു വന്നേ ഉള്ളൂ. SUB രജിസ്റ്റർ, നേരത്തെ നമ്മൾ ആഡ് രജിസ്റ്റർ എന്ന് കണ്ട പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ഈ രജിസ്റ്ററിലിരിക്കുന്ന ആളെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ കണ്ടൻസ് ഓഫ് ദ അക്യൂമുലേറ്റർ. അക്യൂമുലേറ്ററിൽ ഇരിക്കുന്ന കണ്ടൻറ്റ് മൈനസ് ഈ രജിസ്റ്ററിലിരിക്കുന്ന കണ്ടൻറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ വരിക. അക്യൂമുലേറ്റർ, ഡാറ്റ ഇൻ അക്യൂമുലേറ്റർ മൈനസ് ഡാറ്റ ഇൻ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? റിസൾട്ട് അതിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ പല ഫ്ലാഗുകൾക്ക് മാറ്റം വന്നേക്കാം. അപ്പോൾ ആ മാറ്റമൊക്കെ നമ്മൾ ഈ ഫ്ലാഗുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ SUB B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടൻസ് ഓഫ് ദി രജിസ്റ്റർ B ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ കണ്ടൻസ് ഓഫ് ദി അക്യൂമുലേറ്റർ. എന്നിട്ട് റിസൾട്ട് അക്യൂമുലേറ്റർ സ്റ്റോർ ചെയ്യുന്നു. ഇനി നേരത്തെ കണ്ട പോലെ തന്നെ SUB M, നേരത്തെ നമ്മൾ രജിസ്റ്ററാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ഏതോ ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മുടെ HL പെയറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൂക്ഷിച്ച് വെച്ച മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അക്യൂമുലേറ്ററിൽ നിന്ന് കുറയ്ക്കുന്നു. സോ ദ കണ്ടൻസ് ഓഫ് ദ മെമ്മറി ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ദി കണ്ടൻസ് ഓഫ് ദ അക്യൂമുലേറ്റർ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദി അക്യൂമുലേറ്റർ. ഓക്കെ, ഇനി അടുത്തത് SBB രജിസ്റ്റർ. അപ്പോൾ നോക്കിയേ, നേരത്തെ നമ്മളൊരു ക്യാരി ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ? ACI അതുപോലെ ADC എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ എന്താ നോക്കിയേ? SBB എന്താ? സബ്ട്രാക്ട് രജിസ്റ്റർ ഫ്രം അക്യൂമുലേറ്റർ വിത്ത് ബോറോ. അതായത് നമ്മൾ ബോറോ ഫ്ലാഗ് എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ സബ്ട്രാക്ഷൻ പഠിച്ചാൽ നമ്മൾ ബോറോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബോറോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ബോറോ ഫ്ലാഗ് 1 ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ SBB രജിസ്റ്റർ എന്നുള്ള ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിൽ ഇരിക്കുന്ന കണ്ടൻറ്റും ബോറോ എന്നുള്ള ഫ്ലാഗിൻ്റെ കണ്ടൻറ്റ് അത് 1 ആകാം 0 ആകാം, അതും കൂടെ എന്ത് ചെയ്യും? നമ്മുടെ അക്യൂമുലേറ്ററിൽ നിന്ന് കുറച്ച് കളയും. നമ്മൾ SUB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് രജിസ്റ്ററിലിരിക്കുന്ന നമ്പർ മാത്രമേ കുറയ്ക്കുള്ളൂ. SBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോ ഫ്ലാഗിൻ്റെ ആ ഒരു 1 ബിറ്റും കൂടെ ചിലപ്പോൾ കുറച്ചേക്കാം. ഉണ്ടെങ്കിൽ 0 ആണെങ്കിൽ നമുക്ക് സുഖമായി, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ പറഞ്ഞ രജിസ്റ്റർ ഇരിക്കുന്ന ഡാറ്റയോടുകൂടി ഒരു ബോറോ ഫ്ലാഗിൻ്റെ ഈ 1 ബിറ്റും കൂടെ കുറച്ച് കളയും. Okay, so contents of the register and the borrow flag are subtracted from the contents of the accumulator and the result is placed in the accumulator. Okay, അപ്പോൾ SBBC എന്ന് കൊടുത്തിട്ടുണ്ട്. സിയിലിരിക്കുന്ന ആളെയും ബോറോ ഫ്ലാഗിനെയും എന്ത് ചെയ്യും? ബോറോ ഫ്ലാഗിൻ്റെ വാല്യൂവിനെയും അക്യൂമുലേറ്ററിൽ നിന്നും കുറയ്ക്കുന്നു. അതിൻ്റെ റിസൾട്ട് അക്യൂമുലേറ്റർ സ്റ്റോർ ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് SBBM. നേരത്തെ നമ്മൾ SBBC എന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്റർ സിയിലിരിക്കുന്ന ആളെയാണ് കുറച്ചത്. ഇപ്പം അങ്ങനെയല്ല. SBBM എന്ന് പറയുമ്പോൾ ഏതോ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. മെമ്മറി ലൊക്കേഷൻ എൻ്റെ ഡാറ്റ HL പെയറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എന്താണ് HL പെയറിലിരിക്കുന്ന അഡ്രസ്സിലിരിക്കുന്ന ഡാറ്റയും നമ്മുടെ ബോറോ ഫ്ലാഗിനെയും എവിടുന്ന് കുറയ്ക്കുക? അക്യൂമുലേറ്ററിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, സോ contents of the memory and the borrow flag are subtracted from the contents of the accumulator and the result is placed in the accumulator. അപ്പോൾ SBBM നമ്മൾ കണ്ടു. ഇനി എന്താണ്? ഇനി നേരത്തെ നമ്മൾ ADI എന്ന് പറഞ്ഞ പോലെ SUI എന്താണ്? സബ്ട്രാക്ട് ഇമീഡിയറ്റ് അല്ലേ? നമ്മളവിടെ ഓപ്പറൻ്റായിട്ട് കൊടുക്കുക 8 ബിറ്റ് ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ എന്താണ്? ഈ 8 ബിറ്റ് ഡാറ്റയെ നേരിട്ട് അക്യൂമുലേറ്ററിൽ നിന്ന് കുറയ്ക്കുക. ഡാറ്റ ആൻഡ് അക്യൂമുലേറ്റർ മൈനസ് ദ 8 ബിറ്റ് ഡാറ്റ ഗിവൺ. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? രജിസ്റ്ററിൽ ഇരിക്കുന്ന ആളെ പോയി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ പിടിച്ച് സബ്ട്രാക്ട് ചെയ്യാനായിരുന്നു. ഇതങ്ങനെയല്ല, ഡാറ്റ നമ്മൾ നേരിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിളായിട്ട് കൊടുത്തതിൽ SUI 34H. അപ്പോൾ 34 എന്നുള്ള ഈ ഹെക്സാഡെസിമൽ വാല്യൂ അക്യൂമുലേറ്റർ ഇരിക്കുന്ന വാല്യൂവിൽ നിന്നും കുറയ്ക്കുന്നു. എന്നിട്ട് റിസൾട്ട് അക്യൂമുലേറ്റർ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ അവിടെ നമുക്ക് ബോറോ വേണ്ടി വന്നേക്കാം. അപ്പോൾ ബോറോ ഫ്ലാഗ് 1 ആകുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് SBI, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ 8 ബിറ്റ് ഡാറ്റയാണ്. നമ്മളവിടെ എന്താ ചെയ്യണേ? സബ്ട്രാക്ട് ഇമീഡിയറ്റ് ഡാറ്റ ഫ്രം അക്യൂമുലേറ്റർ വിത്ത് ബോറോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ അക്യൂമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂവിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും കിഴിച്ച് കളയും, സബ്ട്രാക്ട് ചെയ്ത് കളയും. ബോറോ ഫ്ലാഗിൻ്റെ വാല്യൂവും കുറച്ച് കളയും. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ കണ്ടത്? ഡാറ്റ മാത്രമേ മൈനസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഡാറ്റയും ബോറോ ഫ്ലാഗിൻ്റെ വാല്യൂവിനെയും അത് മൈനസ് ചെയ്യും. ഓക്കെ, അതാണ് SBI F 8 bit data. 8 bit data and borrow are subtracted from the contents of the accumulator
ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദി അക്യൂമുലേറ്റർ. അപ്പോൾ SBI 64H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 എന്നുള്ള നമ്പറിനെ അക്യൂമുലേറ്ററിൽ നിന്ന് കുറയ്ക്കും. അത് കൂടാതെ ബോറോ ഫ്ലാഗിനെ അത് കുറയ്ക്കും. ഇനി അടുത്തതാണ്, ഇനി ഇപ്പോൾ നമ്മുടെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ആണ് നമുക്ക് ഇനി കാണേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത് എന്താ നോക്കിയേ, INR എന്നാണ് ഓപ്പ് കോഡ്. അതിൻ്റെ ഓപ്പറൻറ്റ് ഇറ്റ് ഇസ് എ രജിസ്റ്റർ. അവിടെ എന്താ ചെയ്യണം, ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ കണ്ടൻറ്റ് ബൈ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്നെ ഒരു രജിസ്റ്റർ ഫോർ എക്സാമ്പിൾ INR-B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയിലിരിക്കുന്ന കണ്ടൻറ്റിനോട് കൂടി 1 ആഡ് ചെയ്യുക. ഓക്കെ, ഇൻക്രിമെൻറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മുടെ പൈത്തണിലൊക്കെ പറ്റില്ല, I=I+1 എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ രജിസ്റ്ററിലിരിക്കുന്ന നമ്പറിനെ അല്ലെങ്കിൽ വാല്യൂവിനെ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ INR-B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കണ്ടൻസ് ഓഫ് B രജിസ്റ്റർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് ദ റിസൾട്ട് ഇസ് സ്റ്റോർഡ് ഇൻ ദ സെയിം പ്ലേസ്. അതായത് B രജിസ്റ്ററിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുക, I=I+1 എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇനി എന്താ, INR-M നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ ഇന്ന മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന കണ്ടൻറ്റിൻ്റെ കൂടെ 1 കൂട്ടുക എന്നാണ് അതിൻ്റെ മീനിങ്. The contents of the memory location specified by the HL pair is incremented by 1 and result is stored in the same place. ഓക്കെ, ഇനി അപ്പോൾ ഇൻക്രിമെൻറ്റ് പോലെ തന്നെയാണ് അടുത്ത ഡിക്രിമെൻറ്റ്. എന്താ, DCR രജിസ്റ്റർ. അപ്പോൾ DCR എന്ന് പറഞ്ഞാൽ എന്താ, 1 കുറയ്ക്കുക അല്ലേ. അപ്പോൾ DCR-B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലിരിക്കുന്ന കണ്ടൻറ്റിൽ നിന്നും 1 മൈനസ് ചെയ്ത് കളയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പൈത്തണിൽ I=I-1 എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ B രജിസ്റ്ററിലിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യുന്നു, റിസൾട്ട് ബിയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ ക്യാരി ഫ്ലാഗ് അങ്ങനെ എന്തെങ്കിലും വന്നേക്കാം. അവിടെ ക്യാരി അല്ലാണ്ടുള്ള ബാക്കി പല ഫ്ലാഗുകളും മാറ്റം വന്നേക്കാം. ബോറോ ഫ്ലാഗ് അതിനൊക്കെ മാറ്റം വന്നേക്കാം. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി എന്താ, DCR-M. അപ്പോൾ M എന്ന് കണ്ടാൽ നമുക്ക് ഉടനെ മനസ്സിലാവും മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, നമ്മൾ ഏതോ ഒരു മെമ്മറി ലൊക്കേഷൻ HL പെയർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന വാല്യൂവിൽ നിന്നും 1 കുറയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതേ മെമ്മറി ലൊക്കേഷൻ തന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യുക. ഇനി അടുത്തെന്താ, INX രജിസ്റ്റർ പെയർ. നോക്കി, എക്സ് പിന്നെയും വന്നു. അപ്പോൾ എക്സ് വന്നാൽ നമുക്ക് ഉറപ്പിക്കുക രജിസ്റ്റർ പെയർ ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ, കണ്ടൻറ്റ് ഓഫ് ദ ഡെസിഗ്നേറ്റഡ് രജിസ്റ്റർ പെയർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ സെയിം പ്ലേസ്. അപ്പോൾ രജിസ്റ്റർ പെയറിൽ ഇരിക്കുന്ന ഡാറ്റയുടെ കൂടെ 1 ആഡ് ചെയ്യുക. നേരത്തെ നമ്മൾ ഒരു രജിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ, ഇപ്പോൾ 2 രജിസ്റ്റർ പെയറായി അല്ലേ. അപ്പോൾ ആ 16-bit ഡാറ്റയുടെ കൂടെ 1 ആഡ് ചെയ്യുക. അതാണ് INX-H എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും, HL പെയറിൽ ഇരിക്കുന്ന ഡാറ്റയുടെ കൂടെ 1 ആഡ് ചെയ്യുക. അവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടൻസ് ഓഫ് ദി HL രജിസ്റ്റർ പെയർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് ദി റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദി സെയിം പ്ലേസ്. അതായത് നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് HL പെയറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ പഴയ റിസൾട്ട് പോകും. ഓക്കെ, ഇനി മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ DCX രജിസ്റ്റർ പെയർ എന്താ ചെയ്യണത്, കണ്ടൻസ് ഓഫ് ദ ഡെസിഗ്നേറ്റഡ് രജിസ്റ്റർ പെയർ ഇസ് ഡിക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് ദി റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദി സെയിം പ്ലേസ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യണത്, നേരത്തെ രജിസ്റ്റർ പെയറിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യുക ചെയ്തത്. സോ DCX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിക്രിമെൻറ്റ് രജിസ്റ്റർ പെയർ ബൈ 1. സോ ദ കണ്ടൻസ് ഓഫ് ദ HL രജിസ്റ്റർ പെയർ ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദി സെയിം പ്ലേസ്. ഓക്കെ, ഇനി ഫൈനലി DAA. ഇതെന്താണെന്ന് വെച്ചാൽ the content of the accumulator is changed from a binary value to a BCD value. BCD നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബൈനറി കോഡഡ് ഡെസിമൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ മാത്രമാണ് ഒരു ഓക്സിലറി ക്യാരി അല്ലെങ്കിൽ ഓക്സിലറി ഫ്ലാഗ് എന്നൊരു സാധനം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യൂമുലേറ്റർ എന്നുള്ളൊരു സൂത്രപ്പണിയാണ്. അതായത് ഈ നമുക്കൊരു ദശാംശം വന്നു കഴിഞ്ഞാൽ അടുത്ത ഹോൾ നമ്പറിലേക്ക് മാറ്റുക എന്നുള്ള ഒരു സൂത്രപ്പണിയാണ് അത് ചെയ്യണം. അത് ഒന്ന് വായിച്ചു നോക്കുക. ഒക്കെ കാര്യം ഇത്രയേ ഉള്ളൂ. അക്യൂമുലേറ്ററിൽ നമ്മളെ എന്താണ് വാല്യൂവിൻ്റെ കൂടെ നമ്മൾ ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു സൂത്രപ്പണിയാണ് ഈ പറഞ്ഞ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യൂമുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി 8085 രജിസ്റ്റർ. ഓക്കെ.